السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ക്ലാസ് റൂമിലെ സഹോദരന്മാരെ സഹോദരിമാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭക്ഷണ രീതി ചില ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. തുടരുകയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ധാരാളം ആൾക്കാർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിൽ പ്രത്യേകം ബർക്കത്തും, ഒരാളുടെ ഭക്ഷണം രണ്ടാൾക്കും, രണ്ടാളുടേത് മൂന്നാൾക്കും, അങ്ങനെ ഭക്ഷണത്തിൽ വിശാലതയും ഭക്ഷണത്തിൽ ബർക്കത്തും ഉണ്ടാകുമെന്ന് മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ, അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ രണ്ട് കൈയും അവിടുന്ന് പ്രത്യേകം കൈകാറുണ്ട്. രണ്ട് കൈയും മുത്തുനബി തങ്ങൾ കൈകാറുണ്ട്. നമ്മളിൽ പലരും ഒരു കൈ മാത്രമേ കഴുകുകയുള്ളൂ. അതിൽ ചില ആൾക്കാർ വിരലുകൾ മാത്രമേ കഴുകാറുള്ളൂ. ഇതൊക്കെ ചില സ്ഥലങ്ങളിലും ചില ആളുകളിലും നമ്മൾ കണ്ടുവരാറുള്ള ഒരു മോശമായ പ്രവൃത്തിയാണ്. ഭക്ഷണത്തിന് മുമ്പ് രണ്ട് കൈയും കഴുകണമെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് നമ്മെ പഠിപ്പിച്ചപ്പോൾ, ഇന്നത്തെ ശാസ്ത്രം, ഇന്നത്തെ ആരോഗ്യ വകുപ്പ് നമ്മളോട് പ്രത്യേകം ഉണർത്തുന്നുണ്ട്. രണ്ട് കൈയും നിങ്ങൾ കഴുകണം. ഈ വൈറസും ഈ രോഗങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് നിങ്ങളുടെ കൈകളിൽ നിന്ന്, നിങ്ങൾ തൊട്ട സ്ഥലങ്ങളിൽ നിന്നും ഒക്കെയാണ് എന്നും ഇന്നത്തെ ആരോഗ്യ വകുപ്പ് പറഞ്ഞപ്പോൾ അത് വളരെ കാര്യമായി മുഖവിലക്കെടുത്ത് നമ്മൾ ചെയ്യാൻ തുടങ്ങി. പല ആൾക്കാരും ചെയ്യാൻ തുടങ്ങി. 14 നൂറ്റാണ്ട് മുമ്പ് മുത്തുനബി തങ്ങൾ പറഞ്ഞതാണ്, രണ്ട് കൈയും കഴുകാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ നമ്മളിൽ പല ആൾക്കാരും കേട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അത് ഒഴിവാക്കുകയായിരുന്നു. ഇന്ന് അള്ളാഹു ആ സുന്നത്ത്, അള്ളാഹു ലോകത്ത് ജാതിമത ഭേദമന്യേ ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു വൈറസിനെ ഇറക്കി. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും രണ്ട് കൈയും കഴുകിയിട്ടേ ഭക്ഷണം കഴിക്കാറുള്ളൂ. അധികം ആൾക്കാരും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് കൈയും കഴുകാറുണ്ട്. പ്രത്യേകമായി അവിടുന്ന് പറഞ്ഞു, വീട്ടിൽ നന്മയുണ്ടാകണമെങ്കിൽ, വീട്ടിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ രണ്ട് കൈയും കഴുകിയാൽ ആ വീട്ടിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകുമെന്നും മുത്തുനബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വോയിസ് കേൾക്കുന്ന സഹോദരന്മാര് സഹോദരിമാര്, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നമ്മുടെ മക്കളെ കൊണ്ടും രണ്ട് കൈയും കഴുകിപ്പിക്കുക. ചെറിയ കുട്ടികളുടെ കൈ കഴുകിക്കൊടുക്കുക. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വീട്ടിൽ ഒരുപാട് നന്മയുണ്ടാകുമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഒറ്റയ്ക്ക് കഴിക്കാതെ ധാരാളം ആൾക്കാർ കൂടിയിരുന്നു കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുക. തന്നെയുമല്ല, കൂടുതൽ ആൾക്കാർ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉറക്കെ പറയുകയും, ചില ആൾക്കാർ ബിസ്മില്ല എന്ന് മാത്രം പറയുന്നതായി കേൾക്കാം. അതുപോലെ അതിൻ്റെ അടിസ്ഥാനമായ സുന്നത്ത് ലഭിക്കണമെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായും നമ്മൾ ഉച്ചരിക്കുക തന്നെ വേണം. അല്ലാതെ വെറും ബിസ്മില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ സുന്നത്ത് നമുക്ക് ലഭിക്കുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദ അത്അമ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്നുള്ള പ്രാർത്ഥനയും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ മുൻകഴിഞ്ഞതും വരാൻ പോകുന്നതുമായ പാവങ്ങൾ അവനിക്ക് പൊറുക്കപ്പെടുമെന്നും മുത്തുനബി തങ്ങളുടെ ഹദീസുകളിൽ കൂടെ ഹദീസ് ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ്. അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ശരീരത്തിൻ്റെ ആ ഭക്ഷണം ദഹനത്തിന് വേണ്ടിയും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയും നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം നിങ്ങൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും അതുപോലെ ഈലാഫി ഖുറൈശിൻ ഈലാഫിയും റിഹ്ലത്തശ് ശിതാഇ വസ്സൈഫ് എന്നുള്ള ഈ സൂറത്തും ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഓതിയാൽ അതിന് നിങ്ങളുടെ ആ ഭക്ഷണത്തിൽ എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ നീങ്ങിപ്പോകുകയും ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും ഉണ്ടാകുമെന്നും ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ അരിഭക്ഷണം കഴിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരു 3 സ്വലാത്ത്, ഏത് സ്വലാത്തായിരുന്നാലും സാരമില്ല, ആ 3 സ്വലാത്ത് നിങ്ങൾ അതോടുകൂടെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ, അരിഭക്ഷണം കഴിക്കുമ്പോൾ ചൊല്ലുകയാണെങ്കിൽ, നിങ്ങളുടെ ആ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിൽ ഉള്ള കാലത്തോളം, എത്ര കാലത്തോളം, എത്ര സമയത്തും നിങ്ങളുടെ ശരീരത്തിൽ ആ ഭക്ഷണമുണ്ടോ ആ സമയത്തോളം നിങ്ങൾക്ക് വേണ്ടി ആ ഭക്ഷണം പൊറുക്കലിനെ ചോദിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ ഭക്ഷണ രീതികൾ ഒക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്ക് ഒരു വൈറസിനെയും പേടിക്കണ്ട, ഒരു കൊറോണയും പേടിക്കണ്ട, ഒന്നിനെയും പേടിക്കണ്ട, ഒരു രോഗവും നമുക്ക് പേടിക്കണ്ട. നമ്മുടെ വീട്ടിൽ നന്മയുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, ബർക്കത്തുണ്ടാകും. അള്ളാഹു ഈ വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.